അന്നൂറുൽ മുഹമ്മദി, ലോകാവസാനം വരെ നിൽക്കുന്ന അന്നൂറുൽ മുഹമ്മദി, നബിയോടുകൂടെ ഭൂമിയിൽ ഇറക്കപ്പെട്ട നൂറുൽ മുഹമ്മദി, അതിനൊരു അംഗീകരിച്ചു. ആ ഷറഫിനെ, ആ നൂറുൽ മുഹമ്മദി എവിടെ ഉണ്ടോ അതൊക്കെ നമുക്ക് വിലപ്പെട്ടതാണ്. നമുക്ക് മൊഹീദ്ദീൻ ഷേഖ് വിലപ്പെട്ട ആളാണ്. എന്തുകൊണ്ട്? ആ തടിയിൽ എന്തുണ്ട്? നൂറുൽ മുഹമ്മദി. നമുക്ക് റിഫായി ഷേഖ് വിലപ്പെട്ടതാണ്. എന്തുകൊണ്ട്? അവിടെ എന്തുണ്ട്? നൂറുൽ മുഹമ്മദി. നമുക്ക് ഷാഫി ഇമാം വിലപ്പെട്ടതാണ്. എന്തുകൊണ്ട്? അവിടെ ആ ഷാഫി ഇമാമിൽ എന്തുണ്ട്? നൂറുൽ മുഹമ്മദി. പിന്നെ ഫീസത്തുൽ മിസ്രിയ വിലപ്പെട്ട ആളാണ്. എന്തുകൊണ്ട്? അവരിൽ എന്തുണ്ട്? പറയടോ. നൂറുൽ മുഹമ്മദി. നമുക്ക് ഖാജ വലിയ ആളാണ്. എന്തുകൊണ്ട്? അവരിൽ എന്തുണ്ട്? നൂറുൽ മുഹമ്മദി. നമുക്ക് അമ്പർത്ത തങ്ങൾ പാപ്പ വലിയ ആളാണ്. എന്തുകൊണ്ട്? എന്തുണ്ട്? നൂറുൽ മുഹമ്മദി. നമുക്ക് സിയമ വലിയ ആളാണ്. എന്തുകൊണ്ട്? അവരെ കൂടെ നൂറുൽ മുഹമ്മദി. നമുക്ക് കണ്യത്ത് വലിയ ആളാണ്. എന്താ കണ്യത്തിലുള്ളത്? കറുകറുത്ത കണ്യത്തിൽ എന്തുണ്ടായിരുന്നത്? നൂറുൽ മുഹമ്മദി. നമുക്ക് ഷംസുൽ വലിയ ആളാണ്. എന്താ അവരെ കൂടെ ഉള്ളത്? നൂറുൽ മുഹമ്മദി. അത് അംഗീകരിക്കണം. നൂറ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ അർത്ഥമാക്ക, അങ്ങനെ അർത്ഥമാക്ക. നൂറുൽ മുഹമ്മദി. ആ നൂറുൽ മുഹമ്മദി നിന്നെ പഠിപ്പിച്ച നിന്റെ ഉസ്താദ് അത് കേവല സ്കൂൾ മാഷ് പോലെയല്ല. മാഷ് ഗുരുവല്ലേ, ഗുരുവാണ്. പക്ഷേ ഇതാ ഈ കാപ്പിൽ മറുസിലെ എനിക്ക് വലിയ ആളാണ്, ചെറിയ ആളല്ല, വലിയ ആളാണ്. എന്തുകൊണ്ട്? എന്നെ പഠിപ്പിച്ചത് അന്നൂറുൽ മുഹമ്മദി പഠിപ്പിച്ചത് ആ വ്യക്തിയാണ്. ആ വ്യക്തിയിൽ ഞാൻ കണ്ടത് അതാണ്. അത് വേൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെന്നെ എവിടെയും അത് വലിയ തന്നെയാ. നമുക്ക് വലിയ ആളാ, നമുക്ക് മഹ്ദൂം തങ്ങൾ വലിയ ആളാ. എന്തുകൊണ്ട്? അത് അവരിൽ നമ്മൾ എന്താ കണ്ടത്? അന്നൂറുൽ മുഹമ്മദി. നമുക്ക് മഖ്ദൂം സഗീർ വലിയ ആളാ. കാലത്ത് വേറെ കുറെ മലയാളിമാരുണ്ടായതിനെ കുറെ ആള് നമ്മളൊരു വില വെക്കണില്ല. നമുക്ക് മഖ്ദൂം വലിയ ആളാ. എന്തുകൊണ്ട്? അവരിൽ നമ്മൾ കണ്ടത് എന്താണ്? നൂറുൽ മുഹമ്മദി. അതന്നെ ഈ ഭൂലോകം കണ്ട ഏറ്റവും വലിയ മുതലാളി എനിക്ക് വലിയ ആളല്ല. അതേ സമയത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ എനിക്ക് വലിയ ആളാണ്. എന്തുകൊണ്ട്? അവരിച്ച് കാണുന്നുണ്ട നൂറുൽ മുഹമ്മദി. ജിബ്രി മുത്തുക്കോയ തങ്ങൾ അവരിച്ച് കാണുന്നുണ്ട നൂറുൽ മുഹമ്മദി. അവരെ കയ്യിൽ 10 പൈസ എനിക്ക് തരാൻ മാത്രമല്ല, എനിക്ക് ആവശ്യമല്ല. ഈ ഭൂലോകം കണ്ട വലിയ മുതലാളിനെ വില വെക്കണമില്ല. വില വെച്ച ചുട്ടു മൂമിനും അല്ല. മനസ്സിലായില്ല? ഈ ഭൂലോകം കണ്ട വലിയ മുതലാളി, ഈ ഭൂലോകം കണ്ട വലിയ മുതലാളി ഒരു എന്താ പറയാ, ഒരു ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ ജനെ തൊട്ടിട്ട് നോക്കും. ശേഷം നടക്കുന്ന ചൂടായി പറയിച്ച്. എന്തുകൊണ്ട്? മുതലാളിയാര് ഒക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അതേ സമയത്ത് എന്നും അങ്ങനെയാണ്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് ഹജ്ജിന് വന്നു. ഭയങ്കര ടൈറ്റാണ് മത്വാഫിൽ. ഹജ്ജിന്റെ സമയത്ത് തവാഫാണ്. ടൈറ്റിൽ രാജാവിന് തവാഫ് ചെയ്യാൻ വേണ്ടി ജനങ്ങളെ മാറ്റാൻ പോലീസുകാർ പെടാപ്പാട് വിട്ടു. അപ്പൊ ഒരു കുട്ടി ഇറങ്ങി വന്നു. ജനങ്ങൾ ഓട്ടോമാറ്റിക് മാറി. അപ്പോ രാജാവിന് അത്ഭുതം, ഇതാരാ? അപ്പോൾ ഫറസ്ദഖ് എന്നൊരു നിമിഷകവി ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഇത് ഇത് സൈനുൽ ആബിദീന ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനാണ്. ആര്? അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എന്ന് പറയാ. റളിയല്ലാഹു അൻഹു അവരെ മാറോടാണ് അടക്കി പിടിച്ചിട്ട് മദീനയിൽ പിൽക്കാലഘട്ടത്തിലെ അമവി പട്ടാളക്കാർ ഉപദ്രവിച്ചു. അപ്പോൾ ഫാത്തിമ ബീവിയുടെ മറ്റൊരു മകളാണ് സൈനബ് ബീവി. പിന്നെ ഒരു മിസ്രിലേക്ക് ഈ കുട്ടീനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കുട്ടിയുടെ പേരക്കുട്ടികൾ എന്നേക്കാണ്. നോക്കെ സൈനബ് ബീവിയെ മിസ്ർ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാൾ ഖബർ. ഒന്ന് ആരുടെ? സൈനബ് ബീവിയുടെ. ആറിലടക്കി പിടിച്ചു പോകുന്നതാ. ഇബ്നു സിയാദിന്റെ പട്ടാളക്കാർ വന്ന് കുട്ടിയെ കൊല്ലാൻ വേണ്ടി എടുത്ത അല്ലാഹുവിന്റെ ഹബീബിന്റെ മക്കളെ ചോര കുടിച്ചിട്ട് ഇപ്പോഴും പള്ള നിറഞ്ഞില്ലടാ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടിയെ മാറും അടക്കി പിടിച്ചുകൊണ്ടെന്ന സൈനബ് ബീവി. ആരെ മകൾ? ഫാത്തിമവിന്റെ മകൾ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ പെങ്ങൾ.
കർബലയിൽ ഈ കുട്ടിനെ കൊണ്ട് കൊണ്ടതാണ്. ആ കുട്ടിയുടെ മക്കളാണ് ഇന്ന് കാണുന്ന ലക്ഷക്കണക്കായ അഹ്ലു ബൈത്ത്. കുട്ടിയുടെ മക്കളാണ്. അപ്പൊ ആ മാറുവിടത്തിന്റെ വില എത്രയാ? കരഞ്ഞിട്ടല്ലാതെ എനിക്ക് റബ്ബ് പുറത്തിരുന്നൊരു വിശ്വാസമുള്ളത് അത്തരം സ്ഥലങ്ങളാ. ഞാൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്ബറയിൽ 2 മക്ബറയാണ്. തലയുടെ മക്ബറയും ഉടലിന്റെ മക്ബറയും. ഉടലിന്റെ മക്ബറ കർബലയില, തലയുടെ മക്ബറ ഈജിപ്തില. ഞാൻ അവിടെ ആഗ്രഹിക്കാം എപ്പോഴും മിസ്രിൽ ഞാൻ പോകണത്. മിസ്രിൽ പോകുന്നത് ആ തല പോയി സിയാറത്താണ്. എൻ്റെ ഒരു പെങ്ങളെ മകൻ മിസ്രിൽ പഠിക്കുന്നുണ്ട്. ഞാൻ അവനോട് എപ്പോഴും പറയും അവിടെ പോയിരുന്നോണ്ട് കുരുത്തം കൊണ്ട് വരുള്ളൂ, അല്ലെങ്കിൽ കുരുത്തക്കേട് കൊണ്ടുവരും. അത് പറഞ്ഞ മനസ്സിൽ എൻ്റെ ഒരു പെങ്ങളെ മകൻ ഇപ്പോഴും മിസ്രിൽ പഠിക്കുന്നുണ്ട്. അവനോട് സ്ഥിരമായ വസീയത്ത എപ്പോൾ വിളിച്ചാലും പറയും അവിടെ പോയിരിക്കണം കേട്ടോ, അവിടെ വർക്കത്തുള്ളത്, അവിടെ തലമറ ചെയ്തിട്ടുണ്ട്. ആരുടെ? ഞാൻ മിസ്രിൽ പോയാൽ അവിടുന്ന് കരഞ്ഞിട്ടല്ലാതെ പോരൂല. സൈനബീവി നന്നായി എനിക്കെൻ്റെ കരള. ഞാൻ കരഞ്ഞിട്ടല്ലാതെ അങ്ങോട്ട് പോയിട്ടില്ല, പോന്നിട്ടില്ല. സൈനബീവിൻ്റെ സിയാറത്ത് തിന്നുമ്പോൾ ആളുകൾ നിർബന്ധിച്ചല്ലാതെ വണ്ടി കയറില്ല. കാരണം എനിക്ക് പോരാൻ കഴിയില്ല. കാരണം ആ മാറൂടത്തിൽ ആൾക്ക് പിടിച്ചു കൊണ്ടതാണ്. ആരെ? ഈ കുട്ടികളെ. ആ സൈനുൽ ആബിദീനാണ് പിന്നീട് വലിയ ആളായി, പണ്ഡിതനായി. സൈനുൽ ആബിദീൻ എന്ന് പറയാൻ കാരണം എന്താ? 1000 റക്അത്ത് നിസ്കരിക്കുന്ന ദിവസം. അത് പറഞ്ഞപ്പോൾ ഓരോരുത്തർ അങ്ങനെ നേരെ പോകാൻ പിന്നെ കക്കൂസ് പോകാൻ നേരെ അവിടെ ഓരോരുത്തർ ചോദിക്കുക എൻ്റെ കക്കൂസിൻ്റെ അവിടെ മനസ്സറി നമുക്ക് മനുഷ്യ. ഇത് മഹാന്മാർ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1000 റക്അത്ത് ഒരു ദിവസം നിസ്കരിച്ചത് എങ്ങനെയാണ്? അങ്ങനെ ഒരു കാലിൻ്റെ ചവിട്ടുപ്പുറത്തേക്ക് മാറ്റി മുഖിന് ഒരു വട്ടം ഖുർആനോതും ആ കുട്ടീനെ വല്യപ്പ അലി. അതെങ്ങനെ ചോദിക്ക്? അത് എത്ര കിതാബിലുണ്ട്? ഒരു കാലിങ്ങനെ ചവിട്ടിയിട്ട് അപ്പുറത്ത് ഒട്ടകപ്പുറത്ത് മറ്റേ കാലി ചവിട്ടുമ്പോഴത്തിന് യഖ്തിമുൽ ഖുർആന മറത്തൻ വാഹിദ, ഒരു വട്ടം ഖത്തം തീർക്കുമായിരുന്നു. ആര്? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അതെങ്ങനെയാണ് അറിയെങ്കിൽ ഞാൻ പഠിക്കൂലല്ലോ. അറിയോ എങ്ങനെയാണ്? എൻ്റെ ഒപ്പം തന്നെയല്ലേ ഞാനും തിന്നത്, ജീർണല്ലേ ഞാൻ തിന്നത്. അപ്പൊ എനിക്ക് എൻ്റെ അന്തല്ലേ എനിക്കുള്ളൂ. അതെങ്ങനെയാണത് എനിക്കറിയില്ല. പക്ഷെ എത്ര കിതാബിലുണ്ടാകുമ്പോ അവരെ പേരക്കുട്ടിയ അലി സൈനുൽ ആബിദീൻ. അലി റളിയല്ലാഹുവിന്റെ മകനാ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനാണ് ആര്? അലി സൈനുൽ ആബിദീൻ. ഒരു ദിവസം എത്ര 6 റക്അത്ത് നിസ്കരിക്കും. അതെങ്ങനെ? പിന്നെ കക്കൂസ് പോണ്ട മോലിയാരെ ജണബാ കക്കൂസ്ക്ക്. എത്ര മഹാന്മാരാ ചരിത്രം രേഖപ്പെടുത്തിയത്. അവരിലൊക്കെ ഉള്ളത് എന്താണ്? എന്താ? അന്നൂറുൽ മുഹമ്മദി. എന്താ അലിയാരിൽ കണ്ടത്? അന്നൂറുൽ മുഹമ്മദി. അലിയാരെ ഒരാൾ നിസ്സാരപ്പെടുത്തിയപ്പോൾ ഇവിടെ പിടിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് അവരോട് നിസ്സാരാക്കിയത്. സദസ്സിലിരുന്നപ്പോ ഒരാൾ നിസ്സാരമായി സംസാരിച്ചു. ആരെ? അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു ആറ്റം പിടിച്ചപ്പോൾ കാലടക്കാൻ പോകുന്നു. ആരാണ് ചെറുതാക്കി? ഹാദാ മൗലാ കുല്ലി മുഅ്മിൻ. ഈ മനുഷ്യൻ എല്ലാ മുഅ്മിനീങ്ങളുടെ നേതാവാണ്. വമൻ ലം യകുൻ ലഹു അലിയുൻ മൗലൻ ഫലൈസ ബിമുഅ്മിൻ. ഒരാൾക്ക് അലി മഹാനല്ലെങ്കിൽ അയാൾ മുഅ്മിനല്ലല്ലോ. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? സയ്യിദുൽ ഉമർ. എന്താണ് അലിയാരിലുള്ളത്? പറയേ. നൂറുൽ മുഹമ്മദി. ആ നൂറുൽ മുഹമ്മദിയെ ബഹുമാനിച്ച ഉമർ ഇബ്നുൽ ഖത്താബിൽ എന്താ ഉള്ളത്? നൂറുൽ മുഹമ്മദി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ. വല്ലദീന 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 അല്ലദീ വത്തബഉ നൂറ അല്ലദീ ഉൻസില മഅഹു. നബിയോട് കൂടെ ഇറക്കപ്പെട്ട പ്രകാശം. അതിന് ഒരുപാട് അർത്ഥമുണ്ട്. പ്രമുഖമായ അർത്ഥം ഖുർആൻ. മറ്റ് ഇന്നും ഖിയാമത്ത് നാൾ വരെ ലോകത്ത് നിലനിൽക്കുന്ന അന്നൂറുൽ മുഹമ്മദി. അതാണ് അസ്സുന്നിയ. ഇതാണ് സുന്നിയത്ത്. മനസ്സിലായോ? എന്താ സുന്നിയത്ത്? വത്തബഉ നൂറ അല്ലദീ ഉൻസില മഅഹു. അതാ സുന്നിയത്ത്. അതിന്റെ വിശാലമായ അർത്ഥം. റസൂലുള്ളാഹിനെ അംഗീകരിച്ചു. ആ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ആ പ്രകാശം അംഗീകരിച്ചു. മനസ്സിലോണ്ട് പറഞ്ഞത് ചിന്തിക്കണം. അവർ എല്ലാവരും പോലെ അല്ല. ലോകത്തെ 3 വിഭാഗം ആളുകളാണുള്ളത്. ഞാൻ മുമ്പ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഒന്ന് മുസ്ലിങ്ങൾ 3 വിഭാഗം. ഒന്ന് ഒരു വിഭാഗം അഹ്ലു ബൈത്തിനെ ആദരിക്കും, അവർ തെറ്റ് ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കും. 2 അഹ്ലു ബൈത്തിനെ ആദരിക്കും, എന്നാൽ അവരിലും തെറ്റ് സംഭവിക്കും എന്ന് വിശ്വസിക്കും. 3 അഹ്ലു ബൈത്തിനെ ആദരിക്കുകയില്ല. ഈ 3 കൂട്ടരാണ് ലോകത്ത്. 2 മുബ്തദിഈങ്ങളാണ്, 1 മാത്രമാണ് സുന്നി.
തിരിഞ്ഞിട്ടില്ല. അഹ്ലുൽ ബൈത്തിനെ ആദരിക്കും, അവരിൽ തെറ്റേ വരൂല എന്ന് വിശ്വസിക്കും, അവരെ ഷിയാക്കളാണ്. നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പേരിലെങ്കിലും പൈലേക്ക് കയറിക്കൊണ്ടിരിക്കുക, അതിന് പഠിക്കുക. നമ്മൾ ഇത് ഷിയായിസാണ്. അഹ്ലുൽ ബൈത്തിന് തെറ്റൊറ്റില്ല എന്ന വിശ്വാസം സുന്നി വിശ്വാസമല്ല, അത് ഷിയ വിശ്വാസം. തെറ്റ് സുന്നി, രണ്ടാമത്തെ സുന്നി അവരെ ആദരിക്കും, എന്നാൽ അവരിലും തെറ്റ് സംഭവിക്കുമെന്ന് വിശ്വസിക്കും. തെറ്റ് ചെയ്യുമ്പോൾ അവരെ പിൻപറ്റൂല, തെറ്റിൽ അവരെ പിൻപറ്റൂല. പക്ഷേ പിൻപറ്റൂലെങ്കിലും അപ്പോഴും അവരെ ആദരിക്കും. മൂന്നാമത്തെ കൂട്ടർ അവരെ ആദരിക്കുകയില്ല, അവർക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് വിശ്വസിക്കുകയില്ല. അതാണ് ആര്? വഹാബി. ശരിക്കും പഠിച്ചു. 3 കൂട്ടര ലോകത്ത്. മുസ്ലിങ്ങൾ മൊത്തത്തിൽ 3 വിഭാഗം. ഈ മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു കൂട്ടർ ഈ പ്രകാശധാര അവിടെ രാഷ്ട്രീയ താല്പര്യ. ഷിയായിസം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അത് രാഷ്ട്രീയ. എന്ത് അതിന്റെ പേരിൽ മുതലെടുത്ത് മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രം ഉണ്ടാക്കി. ഇതൊക്കെ ഇറാനികളാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ആദ്യകാലത്ത് ഇറാനൊക്കെ മുസ്ലിങ്ങളെ നാടായിരുന്നു. പിൽക്കാലത്ത് ഒരു കുഴപ്പമുണ്ടാക്കി അങ്ങനെ ആക്കിയതാണ്. വലിയ ചരിത്രം പിന്നീട് നമ്മളെ പുതിയ പുസ്തകം വരുന്നുണ്ട്. ഹബീബ റസൂലുള്ളാഹി പ്രകാശത്തെ പിൻപറ്റാത്ത ആളുകളെ പറ്റി പുസ്തകം വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത്. അപ്പോ ഈ പ്രകാശത്തെ, ഈ റസൂലുള്ളാഹിയുടെ പ്രകാശത്തെ കുറിച്ച് 3 തരം വിശ്വാസ ലോകത്തുള്ളത്. ഒന്ന്, അവരെ ആദരിക്കുമെങ്കിലും അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കും. അതാണ് ആര്? ഷിയാക്കൾ. ഒരു പടിക്ക് പുറത്താണ്, കാഫിറാന്നല്ല. അതേസമയത്ത് അതിൽ കാഫറുമുണ്ട്. ഷിയാക്കളിൽ കാഫറുണ്ട്. ആരെ? സിദ്ദീഖുൽ അക്ബർ നിസ്സാരാക്കുക, ചീത്ത പറയാ. ഉമർ ഇബ്നുൽ ഖത്താബിനെ ചീത്ത പറയാ. മനസ്സിലായില്ല? അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലാവുണ്ടോ? സിദ്ദീഖുൽ അക്ബറും ഉമർ ഇബ്നുൽ ഖത്താബും ഒക്കെ നബിനെ കൊന്നു എന്ന് പറയാ. ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അത് ഷിയായിസാണ്. തിരിഞ്ഞില്ല, അത് ഷിയായിസാണ്. അവിടുന്ന് പൊടി തട്ടി കിട്ടിയതപ്പോൾ നമ്മൾ അല്ലാതെ ബെല്ലവ് നോക്കി വായിക്കല്ല. രണ്ടാമത്തെ കൂട്ടർ മനസ്സിലാവുണ്ടോ? രണ്ടാമത്തെ കൂട്ടർ മധ്യവർത്തികൾ. 3 വിഭാഗത്തിൽ 1 പോക്കറാണ്, 2 മധ്യവർത്തികൾ. അതായത് അഹ്ലുൽ ബൈത്തിനെ ആദരിക്കും, ആരെക്കാളും ആദരിക്കും. അതേസമയത്ത് അവരിലും തെറ്റ് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും തെറ്റിൽ അവരെ പിൻപറ്റുകയും ഇല്ല. മൂന്നാമത്തെ കൂട്ടർ അവർക്കൊരു പ്രത്യേകതയും ആ പ്രകാശത്തിന് ഒരു പ്രത്യേകതയും കൽപ്പിക്കില്ല. അതാണ് വഹാബികൾ. ശരിക്കും പഠിക്കണം. ഇപ്പം ഇന്ന് നമ്മളെ നാട്ടിൽ എന്താ ചില അഹ്ലുൽ ബൈത്തിന്റെ പേര് പറഞ്ഞിട്ട് അവരെന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കുക. അത് സുന്നീസല്ല, അത് ഷിയായിസാണ്. ഒരു വഹാബികളാണെങ്കിലും പോലും പറയുന്നത് ഷിയായിസാണ്. പറയാൻ പാടില്ല. തെറ്റവർക്കും പറ്റും. തെറ്റൊരു അഹ്ലുൽ ബൈത്ത് ഒറ്റക്കും പറ്റും, കൂട്ടായും പറ്റും. അതിനൊന്നും നടക്കൂല. അതേ സമയത്ത് അവരോരെക്കാളും ബഹുമാനിക്കും. കാരണം അവരെ നുത്തുഫത്ത് ഹബീബ റസൂലുള്ളാഹി. മനസ്സിലാവുണ്ട് പറഞ്ഞാൽ അതിനെ നമ്മൾ ബഹുമാനിക്കണമെങ്കിൽ എന്തൊക്കെ ആരൊക്കെ എതിർത്താലും ആരൊക്കെ ഒഴിവാക്കിയാലും നമ്മൾ ഒഴിവാക്കൂല. കാരണം അവരുടെ കൂടെ റസൂലുള്ളാഹിന്റെ അന്നൂറുൽ മുഹമ്മദിയാണ്. അതേസമയത്ത് അവരിൽ നിന്ന് തെറ്റ് ആയ പ്രസ്താവനകളോ വാക്കുകളോ പ്രവർത്തികളോ വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ നമ്മൾ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഉമ്മത്ത് പിഴച്ചു. ഉമ്മത്ത് പിഴക്കാൻ പാടില്ല. അതേസമയത്ത് ഓരോരാൾ ആക്ഷേപിച്ച് നമ്മൾ വെറുതെ വിടൂല്ല. പറഞ്ഞ് മനസ്സിലായോ? ഇത് നിഷ്പക്ഷമായി പറയാതെ മറ്റവർക്കൊക്കെ പല താല്പര്യം. ഇതൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്, അഹ്ലുൽ ബൈത്തല്ലേ അങ്ങനെയല്ലേ. അതൊക്കെ ഓലെ ലക്ഷ്യം എന്താണെന്നറിയോ? ദുന്യാവാ. ദുന്യാവ് എന്നാണ് അവരുടെ ഉദ്ദേശം. അങ്ങനത്തെ ഉദ്ദേശം നമുക്കില്ല. നമുക്ക് അവരെ ആദരിക്കണേന് ഇവിടെ കിട്ടണ്ട. എവിടെ കിട്ടിയാൽ മതി? മുത്തിന് പിന്നെ കിട്ടിയാൽ മതി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത് കിട്ടും, പേടിക്കണ്ട, അത് കിട്ടും. ഞങ്ങളോട് പറഞ്ഞില്ലേ, നല്ല ഇസ്തിരിട്ട് കുപ്പായിട്ട് പോയാണ്ട് ഞാൻ ഇതിൽ തങ്ങളെ കാലും പിടിച്ച താഴ്ത്തിരിക്കലുണ്ട്. എന്നിട്ട് ആ കാല് ചുംബിച്ചോണ്ട് പോരും. അങ്ങനെയല്ല, അത് പോന്നിട്ടില്ല. ആദ്യകാലത്തൊക്കെ അന്തല്ലാത്ത കാലത്ത് കുറെ ആ മനുഷ്യൻ്റെ അടുത്ത് കസേരയിൽ അപ്പുറത്ത് ഇരുത്തിയായിരിക്കും. പിന്നെ ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ ഇതര ശബ്ദങ്ങളുടെ അടുത്തൊക്കെ അവസാന കാലമൊക്കെ ആയപ്പോഴത്തിന് പ്രത്യേകിച്ച് നമുക്ക് ഇതൊക്കെ മനസ്സിലായി തുടങ്ങാം. പിന്നെ ഞാൻ കസേര ഇരുന്നിട്ടില്ല. താഴെ നിന്നിട്ടിരിക്കും. നിലത്ത് താഴെ ആ ടൈൽസ് പതിച്ച നിലത്ത് ഇരിക്കും. എന്നിട്ട് ആ 2 കാല് പിടിക്കും. എന്നിട്ട് വർത്താനം പറയും. എന്നിട്ട് ആ കാലിന് ചുംബിക്കും. അങ്ങനെ വരും. എന്തുകൊണ്ട്? അവരിൽ നമ്മൾ കണ്ടത് അന്നൂറുൽ മുഹമ്മദിയ. അറിഞ്ഞൊരു ആലിമാണ്, ഒരു സ്വാലിയാണ്, ഒരു മുത്തഖയാണ്. വലിയ വലിയ കൽബും നിറച്ച റഹ്മത്തുള്ള മനുഷ്യനാണ്. നിറച്ച റഹ്മത്തുണ്ടായിരുന്നു. ഓരോരുത്തർക്കും അവരവരുടെ അവകാശത്തിനനുസരിച്ചാണ് മനുഷ്യൻ സംസാരിക്കുക. ദുന്യാവ് നോക്കില്ല. സത്യനല്ല സലാം ഞാൻ പറഞ്ഞു 100%. ആ മനുഷ്യൻ വെച്ചാൽ കേരളത്തിൽ വലിയ നാശം സംഭവിക്കുന്ന അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജീവിച്ച കാലത്ത്, മരിച്ചിട്ടല്ല.
അതൊക്കെ നിങ്ങൾ കണ്ടതുമാണ്. അതൊന്നും ഞാൻ വെറുതെ പറഞ്ഞതുമല്ല, അതൊന്നും ഒരു കറാമത്തുമല്ല, അതൊക്കെ അന്തള്ളവന് മനസ്സിലാവാൻ പറഞ്ഞത്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇവരിലൊക്കെ നമ്മൾ കാണുന്നത് എന്തിനെയാണ്? അന്നൂറുൽ മുഹമ്മദിയ. അതിനെ വില മനസ്സിലായില്ല? എൻ്റെ ഉസ്താദ് കാപ്പിൽ മുസ്ലിയാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ 1000 കിതാബ് മനഃപ്പാടമാക്കുന്നതിനേക്കാൾ നല്ലത് കണ്ണിയത്തിനൊപ്പം ഒരു ദിവസം താമസിക്കലാണ്. എന്തേ? അവരിൽ നീ കാണുന്ന ഈ കിതാബ് മുഴുവനും അതിൻ്റെ ഉള്ളിലുണ്ട്. അതിന് നൂറുൽ മുഹമ്മദി എനിക്ക് കിട്ടുള്ളൂ, പേക്കൂല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി, ചിന്തിക്ക്. അതാണ് നൂറുൽ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലിയ ഒന്നുമില്ല. മനസ്സിലാവുണ്ടോ? ചിന്തിക്ക്. നമ്മൾ രാജ്യന് പോവുകയാണെങ്കിൽ, ഉമ്മർക്ക് പോകണമെങ്കിൽ വരെ അഹ്ലു ബൈത്തിനോടൊക്കെ പറഞ്ഞു പോകണം. എന്തേ? അവരാണ് ഇവിടുത്തെ സഫീർ, റസൂലുള്ളാഹിന്റെ പേരെ കുട്ടികളാണ്. അവർക്ക് ഒരു സൗകര്യമുള്ള എന്തെങ്കിലും തൃപ്തിപ്പെടുത്തി വീട്ടിലേക്ക് 2 കിലോ വാഴയ്ക്കോ മൊസമ്പി വാങ്ങിക്കൊണ്ടേ കൊടുത്ത് ഒരു 500 രൂപ പോക്കറ്റിലിട്ട് കൊടുത്ത്, ഇതെന്തേ റസൂലുള്ളാഹിന്റെ പേരെ കുട്ടിയാണ്, ഇവിടെ പറഞ്ഞിട്ട് മതിച്ച് തീരുമാനിക്കും പാസ്പോർട്ട് കൊടുക്കല്. അപ്പൊ അവിടെ സ്വീകാര്യത കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതെന്റെ അദബാണ്. ഒരു അഹ്ലു ബൈത്തിന്റെ അടുത്ത് പോയി, എൻ്റെ നാട്ടിലോ പരിസരത്തോ പാണക്കാട്ടോ അല്ലെങ്കിൽ എവിടെയോ പോയിക്കോ, എവിടെ പോയിക്കോ, റസൂലുള്ളാഹിന്റെ പേരെ കുട്ടികൾ എനിക്ക് പരിസരത്ത് കിട്ടുന്ന ഒരു സ്വാലിയായ ഒരു പേരക്കുട്ടിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു? അവരെ സന്തോഷിപ്പിച്ച് ഒന്ന് ദ്വാർപ്പിച്ച് എന്നൊരു പാസ്പോർട്ട് കൊടുത്തറ. അതിനൊരു വിലയുണ്ട്, അതവിടെ വേഗം അംഗീകരിക്കും. കാരണം ഇവരിൽ എന്താ ഉള്ളത്? അന്നു മുസ്തഫ നബിയെ തേടി പോകണം, ഇവിടുന്ന് തുടങ്ങണം. ഇവിടെ എന്താ ഉള്ളത്? നൂറുൽ മുഹമ്മദി. എല്ലാവരും ഒരുപോലെയല്ല. അപ്പൊ ചിന്തിക്കണം. ഇവിടെ അല്ലാഹു തആല ഖുർആൻ എന്ന് പറഞ്ഞാൽ പോലെ അതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഖുർആൻ മാത്രമല്ല, ലോകാവസാനം വരെ നിലനിൽക്കുന്ന അന്നൂറുൽ മുഹമ്മദി. അതിന്റെ ശത്രുവാണ് ദജ്ജാല്. ആ ദജ്ജാലിനുള്ള സമയത്തിന് വെളിവാകുകയാണ്. മനസ്സിലായില്ലേ? അത്രയും നശിച്ച ഒരു ജനതയിലേക്ക് വെളിവാകുകയാണ് ആര്? അന്നൂറുൽ മുഹമ്മദി. അതാണ് ഇമാം മഹ്ദി. അപ്പൊ സൈക്കൂല ഇരുട്ടിന്റെ ശക്തികൾക്ക് ഒരു നേരെ പുറത്തേക്കിടും. ആരെ? ആയിരക്കണക്കായ കൊല്ലങ്ങളായി അവർ സംരക്ഷിച്ചു കൊണ്ടിടക്കുന്ന ദജ്ജാലിനെ. ദജ്ജാൽ ഇവിടെ എന്നുണ്ട്. ഇരുട്ടിന്റെ ശക്തികളെ ഇരുണ്ട്. മനസ്സിലായില്ല? നബിയുടെ കാലത്തും ദജ്ജാലുണ്ട്. പറയും, ഇന്നും ദജ്ജാലുണ്ട്. എവിടെയാണ്? ഇരുട്ടിന്റെ ശക്തികളെ കയ്യിലുണ്ട്. ഏത് കാലത്തുണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? ദജ്ജാൽ വെളിവാകുക എന്നാണ് നബി പറഞ്ഞത്. ദജ്ജാൽ ജനിക്കല്ല. ദജ്ജാൽ അപ്പോൾ ആര് വെളിവാകും? ദജ്ജാൽ അപ്പോൾ ദജ്ജാൽ പുറത്തു വരും. അപ്പോൾ അതുവരെ അവൻ അകത്തുണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞത്? ദജ്ജാൽ, ദജ്ജാൽ അപ്പോൾ പുറത്തു വരും. അതുവരെ അവൻ അകത്തുണ്ട്. ഡോക്ടർ ചികിത്സ നോക്കലും തുടങ്ങിയിട്ടില്ലെങ്കിലും ബോർഡവിടെ തൂക്കും, ഡോക്ടർ അകത്തുണ്ട്. അപ്പൊ അവിടെ കുത്തേക്ക. അത് ആശ്വാസത്തിന്റെ ബോർഡാണത്. ഡോക്ടർ അകത്തുണ്ട്, ഇത് ദജ്ജാൽ അകത്തുണ്ട്. ആശ്വാസമല്ല, എപ്പോഴും ചാട് പുറത്തത്. പക്ഷെ അപ്പോൾ ഇവിടെ നൂറുൽ മുഹമ്മദി ഉണ്ടാവും. ആര്? ഇമാം മഹ്ദി. അതാ നൂറുൽ മുഹമ്മദി. അവിടെ ഒരാളുണ്ട് വരും. ആ ആള് ജനങ്ങളെ നന്നാക്കും. അപ്പോൾ സഹിക്കൂല. അപ്പൊ മറ്റൊരു പുറത്ത് കൊടുക്കും. അതുവരെ ഒരു മനസ്സിലായില്ല. ഈ ഫയൽമാനം വരെ സംരക്ഷിച്ചു കൊണ്ടിടക്കുക. എത്ര ആയിരക്കണക്കായ വർഷങ്ങളായി തലമുറകളായി ഇവർ കൈകാര്യം ചെയ്ത് ഇവര് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ആര്? ദജ്ജാലങ്ങായി. അപ്പോൾ അവരെ പുറത്ത് കൂടും. ഒരു എല്ലാം നടക്കുന്നുണ്ട്. ഓന് വേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്. ഓനെന്താ വേണ്ട എന്തും കിട്ടുന്നുണ്ട്. എന്തും ഓന് വിചാരിക്കണമെങ്കിൽ പെണ്ണിനെ കിട്ടുന്നുണ്ട്. ഓന് കുടിക്കണമെങ്കിൽ കള്ള് കിട്ടുന്നുണ്ട്. ആര് കൊടുക്കണ്ട്? ഇരുട്ടിന്റെ ശക്തികൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ അല്ല. ഓൻ ഇന്ന് രാത്രി 10 പെണ്ണിനെ വിചാരിക്കണമെങ്കിൽ 10 പെണ്ണിനെയും ഇരുട്ടിന്റെ ശക്തികൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടിന്ന് പോലും കള്ളുടിക്കണമെങ്കിൽ ആ കള്ളു എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആര്? ഇരുട്ടിന്റെ ശക്തികൾ ഒല കയ്യിലുണ്ട്. നിങ്ങൾ എന്ത് വിചാരിച്ച് മണ്ണൊന്നും ഉത്തിരിക്കണോ? ആയിരക്കണക്കായ കൊല്ലായി ഇരുട്ടിന്റെ ശക്തികൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കാൻ ആരെ? ദജ്ജാലിനെ. ഓനെന്നാണ് ജനിക്കല്ലേ മനുഷ്യ. അവൻ പുറത്തേക്ക് വരും. എന്തേ? ഇവിടെ ഈ നൂറുൽ മുഹമ്മദി വ്യാപിക്കും. അതുകൊണ്ട് സഹിക്കാൻ കഴിയൂല. ആരെ കൊണ്ട് വ്യാപിക്കും? ഇമാം മഹ്ദിയെ കൊണ്ട്. അപ്പം കുഴപ്പമുണ്ടാക്കും. അപ്പൊ മറ്റയാൾ ഇറങ്ങി വരും. അത് നടക്കൂല. ഇപ്പൊ നൂറുൽ മുഹമ്മദിയെ സംരക്ഷിക്കാനാണ് ആര് വരുന്നത്?
സയ്യിദുനാ ഈസ നിസ്കാരത്തിന്റെ നേരമായാൽ ഈസാ നബി ഇമാമത്തിക്കൂല. എല്ലാരും പറയും ഈസാ നബി നിങ്ങൾ ഇമാമത്തിക്ക് പറ്റൂല. ഇമാമുക്കും ഖൈറുൽ ലക്കും. നൂറുൽ മുഹമ്മദി അതാ, എനിക്ക് ദൂരത്തെ ബന്ധേ ഉള്ളൂ, അടുത്ത ബന്ധാണ്, കേറുന്നോട്ടെ. മഹ്ദി ഇമാമിന്റെ മുന്നിൽ ആര് ഇമാമത്തിക്കൂല? വേറെ കുട്ടി ആര്? സയ്യിദുനാ ഈസ എന്ന നബി റസൂൽ. എന്തുകൊണ്ട് ഇമാമുക്കും ഖൈറുൽ ലക്കും? നിങ്ങളെ ഇമാമാണ് നിങ്ങൾക്കല്ലത്. അതൊക്കെ നൂറുൽ മുഹമ്മദിയാണ്. അത് ഖുർആൻ എന്നർത്ഥം വെക്കാം. അതാണ് പ്രമുഖമായ അർത്ഥം. ഇനി ലോകാവസാനം വരെ നിലനിൽക്കുന്നതും മനസ്സിലായില്ലേ? നബിയോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിതമായി ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തതും ലോകാവസാനം വരെ നിലനിൽക്കുന്നതുമായ എന്ത്? ഹബീബ റസൂലുള്ളാഹിന്റെ പ്രകാശം. അതിനെ ആദരിക്കണം, അതിനെയും പിൻപറ്റണം, അതിനെ പിൻപറ്റി വരണം. ഉലൈക, അങ്ങനെ അതിനെ ആദരിച്ച് പിൻപറ്റി ബഹുമാനിച്ചു വന്നവരാണ് ഹും, അവർ തന്നെയാണ് അൽ മുഫ്ലിഹൂന, വിജയികൾ. അതാണ് സുന്നികൾ, അതാണ് സുന്നികൾ. അല്ലാതെ യൂറോപ്പിന്റെ 10 റുപ്യ കാണുമ്പോഴത്തിന് ബന്ധപ്പെടലല്ല. ആരടാ യൂറോപ്പ്? യൂറോപ്പ് ആരാ? ദജ്ജാനേറ്റ് കൊണ്ടുനടന്നവര് എത്ര കൊല്ലായി? 1000കണക്കിന് കൊല്ലായി. അമേരിക്കയിലെ അമേരിക്ക നാടനല്ല. നാടുണ്ടോ? അമേരിക്ക എന്നൊരു നാടില്ല. അതെന്താണ്? യൂറോപ്യൻ പ്ലാന്റേഷനാണ്, അതിൻ്റെ റീപ്ലാന്റേഷനാണ്. യൂറോപ്പിൽ നിന്ന് കുറച്ച് തമ്മാടികളെ കയറ്റി വിട്ടതാണ് എന്ത്? അമേരിക്ക. അതാണ് ഓസ്ട്രേലിയ. ലോകത്ത് 2 നാടുകളുള്ളൂ, ഏഷ്യയും ആഫ്രിക്കയും. അവിടേക്ക് എന്നും കക്കം വന്നൊരു യൂറോപ്യന്മാർ. മനസ്സിലായോ? എന്തിനാണ് യൂറോപ്യന്മാരെ വരുന്നതിനെ ദുൽഖർനൈനെ തടഞ്ഞത്? എന്തുകൊണ്ട്? എന്തിനാണ് തടഞ്ഞത്? അവർ എന്ത് ചെയ്യും? ഈ പരിശുദ്ധമായ ഭൂമിയിൽ ഒരു കുഴപ്പമുണ്ടാക്കും. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് നബിമാരുടെ നാട്. അവിടെ കുഴപ്പമുണ്ടാക്കും ആര്? യൂറോപ്യന്മാര്. അപ്പോൾ ദുൽഖർനൈന് കെട്ടുകെട്ടി, ആ കെട്ടുന്ന് പൊട്ടി. മനസ്സിലായോ? അവരെ 10 റുപ്യ കാണുമ്പോൾ ചന്തം വിടണ്ട. അവരെ 10 റുപ്യ കാണുമ്പോൾ ചന്തം വിടണ്ടട. എങ്ങായി അവരെ കയ്യിൽ എന്തില്ല? അന്നൂറുൽ മുഹമ്മദി. അതിനെ എങ്ങനെയൊക്കെ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, ആ പ്രകാശം എങ്ങനെ ഊതിക്കെടുക്കാം എന്നാണ് ആയിരക്കണക്കായ കൊല്ലം യൂറോപ്പിൽ ആലോചിച്ചിട്ടുള്ളത്. മനസ്സിലായില്ല? യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിം. അവരവരുടെ വായി കൊണ്ട് ആയിരക്കണക്കായ കൊല്ലങ്ങൾ ഈ അന്നൂറുൽ മുഹമ്മദിയെ എങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഊതിക്കെടുത്താമെന്നാണ് അവരാലോചിച്ചത്, പഠിച്ചത്, ഗ്രന്ഥങ്ങൾ എഴുതിയത്, യുദ്ധം ചെയ്തത്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സമ്പുഷ്ടമായി സമ്പൂർണമായി നിലനിൽക്കുന്ന അന്നൂറുൽ മുഹമ്മദിയെ ഊഴിക്കെടുത്താൻ വേണ്ടിയാണ്. മനസ്സിലായില്ല? കോളനൈസേഷൻ 15-16 നൂറ്റാണ്ടിൽ വീണ്ടും ആരംഭിച്ചത്. കോളനൈസേഷന്റെ പിതാവാര വാസ്കോ ഡി ഗാമ. എന്താൾ വന്നിട്ട് ആദ്യം ചെയ്തത്? മക്കത്തും മദീനത്തും പോയി വരുന്നവരുടെ കപ്പൽ മുക്കി ആ കപ്പലോളം പൊന്നു കൊടുക്കാമെന്ന് സാധു മുതി പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. എന്തുകൊണ്ട്? യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അത് പഠിക്കണേ. ആ പൊന്ന് കിട്ടിയാൽ, ആ സ്വർണം കിട്ടിയാൽ അന്ന് പോർച്ചുഗീസുകാർക്ക് അത് മതി. പക്ഷെ അത് സമ്മതിച്ചില്ല. എന്തുകൊണ്ട്? അവർക്ക് പൊന്നിനേക്കാൾ വലുതാണ് എന്ത്? അന്നൂറുൽ മുഹമ്മദിയെ ഊതിക്കെടുക്കുക. പഠിക്കട. അത് പഠിച്ച സമന്വയ വിദ്യാഭ്യാസക്കാരുണ്ട്, പഠിക്കാത്തവരുണ്ട്. പഠിച്ച കുട്ടികൾ നല്ലതാണ്. പഠിക്കാത്തൊരു യൂറോപ്പിന്റെ അടിമയാണ്. എന്നെ ഒലക്കാക്കാൻ പോലും പറ്റൂല, കുന്തണിയാക്കാൻ പറ്റൂല. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. അതുവരെ നിങ്ങൾ എന്നെ ചെയ്താൽ നടക്കും. അന്ന് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് മനസ്സിലായ ഞങ്ങൾ രക്ഷപ്പെടും. ഒരു ഏഷ്യക്കാരൻ യൂറോപ്പിന്റെ താല്പര്യത്തിന് വശംവദനാകാതെ റസൂലുള്ളാഹിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ ശ്രമിച്ചിട്ടില്ല. ഒരു മതക്കാരും ശ്രമിച്ചിട്ടില്ല. കാരണം ആ നൂറുൽ മുഹമ്മദിയെ ഏഷ്യക്കാർ ആദരിച്ചിട്ടേ ഉള്ളൂ. എന്നാണ് അവർ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ തുടങ്ങിയത്. യൂറോപ്യൻ സ്വാധീനം വന്നപ്പോ യൂറോപ്യന്മാർക്ക് എന്താ വേണ്ടത്? യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. യൂറോപ്യൻ എന്ന് പറഞ്ഞാൽ ആ യജൂജ് മജൂജിന്റെ ആളുകൾ, അവരുടെ ലക്ഷ്യം എന്താണ്? ഈ നൂറുൽ മുഹമ്മദിയെ ഊതിക്കെടുത്തണം. ബിഅഫ്വാഹിഹിം. അവർ വായുകൊണ്ട് അതിനുവേണ്ടി അവർ പ്രസംഗിക്കും, അതിനു വേണ്ടി അവർ ഡോക്യുമെന്ററി ഉണ്ടാക്കും, അതിനുവേണ്ടി അവർ ലേഖനങ്ങൾ എഴുതും.
ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരി. എന്നാൽ ലോകാവസാനം വരെ ഈ നൂറുൽ മുഹമ്മദി അല്ലാഹു തആല സമ്പൂർണ്ണമായി നിലനിർത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ പൈസ കുറവാകും, അവിടെ സ്വാധീനം കുറവാകും, പക്ഷെ അവിടെ നൂറുൽ മുഹമ്മദി ഉണ്ട്. അതിൻ്റെ ഒപ്പം നിന്നോ. നിങ്ങൾ കുറേ ആളുകൾ അംഗീകാരത്തിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് റബ്ബ് മനസ്സിലാക്കി തന്ന ഈ ബുദ്ധിയാണ് ഞങ്ങളോട് പറയുന്നത്. ഇതിൻ്റെ വലുപ്പത്തിലല്ല, പക്ഷെ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞങ്ങളോട് പറഞ്ഞില്ലേ, യൂറോപ്പിന് വഴിപ്പെട്ടു പോയ മതവിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിലുണ്ട്. ആ കുട്ടികൾ 4-5 കൊല്ലം കൊണ്ട് മലബാറിലെ ദീൻ പൊളിക്കും. പണ്ഡിതന്മാർ ഒന്നും കഴിയാതെ നോക്കി നിൽക്കും. ഇന്ന് പണിയെടുത്താൽ നടക്കും, പക്ഷെ ഇന്ന് പണിയെടുക്കാൻ തയ്യാറല്ല. എന്തെന്ന് ഇതും കൂടി ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞത് ഈ റമളാനിൽ ഞാൻ പറഞ്ഞ പ്രഭാഷണങ്ങൾ 4 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ കണ്ണ് കാണും. 4 കൊല്ലം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആരും ഞാൻ രക്ഷിക്കില്ല. പക്ഷെ ഇവിടെ നിലനിൽക്കേണ്ടത് അന്നൂറുൽ മുഹമ്മദിയാണ്. അതിനാണ് സുന്നിയത്ത് എന്ന് പറയാം. ഞാൻ സുന്നി എന്ന് പേര് വെക്കലല്ല. മനസ്സിലായാലും ചിന്തിക്കണം. പേര് വെക്കലല്ല. വളരെ പേര് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് ബഹുമാനിക്കുന്ന സ്ഥലത്തല്ലാതെ ആ പേര് വെക്കാൻ പാടില്ല. ലോകത്തെ ഏറ്റവും പേരുള്ള പേരാണ് സുന്നി. അതിൻ്റെ അത്ര പേരുള്ള ഒരു പേരില്ല. മുസ്ലിം സമുദായത്തിൻ്റെ മധ്യത്തിലാണ് ഖൈറുൽ ഉമൂരി ഔസതുഹ, കാര്യങ്ങളുടെ ഏറ്റവും റഹ്മത്തുണ്ടാവുക അതിൻ്റെ മധ്യത്തിൽ. മനസ്സിലായില്ല? ഏത് കാര്യത്തിന്റെയും നടുവിനെ പിടിക്കണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വിഭാഗം അതിന് വിട്ട് പോയി. അഹ്ലുൽ ബൈത്തിൽ ബൈക്കുലാണ് വരെ പറഞ്ഞു. അവരാരാ? മുബത്തദിയങ്ങൾ. അവരെ കൂട്ടത്തിൽ ആരുമുണ്ട്, ആരുണ്ട്, കാഫിറുകളുമുണ്ട്. താഴെ ഒരു ബഹുമാനം അവർക്കില്ലാന്ന് വിശ്വസിക്കുന്നവർ വഹാബികൾ. അവരെന്താണെന്ന് റബ്ബ് തീരുമാനിക്കും. എന്റെ മധ്യത്തിലാണ് സുന്നിയത്ത്. അഹ്ലുൽ ബൈത്തിനെ അവർ വേണ്ടതുപോലെ ബഹുമാനിക്കും. എന്നാൽ അവരിൽ നിന്നും തെറ്റുവരാമെന്ന് വിശ്വസിക്കും. അവരിൽ നന്മ തരുമ്പോൾ അവരിലെ പിൻപറ്റും. അവരിൽ നിന്ന് അബദ്ധങ്ങൾ വരുമ്പോൾ അതിൽ അവരെ പിൻപറ്റുകയോ ന്യായീകരിക്കുകയോ ഇല്ല. ഇതാണ് സുന്നിയത്ത്. അറിയാം, ഇതാണ് സുന്നിയത്ത്. ഇഫ്രീ തങ്ങളെ കുറ്റം പറയാൻ നിങ്ങളാരും സാധിക്കലി കുറ്റം ആരുമല്ല. അബദ്ധങ്ങൾ പിൻപറ്റാൻ പാടില്ല. അതിനകത്ത് അവരൊക്കെ അബദ്ധപ്പെട്ടവരാണെന്നല്ല, അവരൊക്കെ മനുഷ്യന്മാരാണ്. എന്നാൽ എന്തെങ്കിലും അബദ്ധം ഉണ്ടായാൽ ആ അബദ്ധം സൊസൈറ്റിയിൽ വലിയ ദുരന്തം ഉണ്ടാക്കും. ഇത്ര വലിയ ആളാണോ? ഞാൻ ഒരിക്കലും വലിയ ആളല്ല, ഞാൻ ചെറിയ ആളാണ്. അല്ലാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ നമ്മൾ സുന്നികളാണ്. ഈ നൂറുൽ മുഹമ്മദിയായി നിലനിൽക്കണം. അത് വഹാബിയത്തിന് വഴിപ്പെട്ടു പോകാൻ പാടില്ല. അതാണ് പ്രശ്നം. ഈ നൂറുൽ മുഹമ്മദിയെ ഊതിക്കെടുത്താൻ ശ്രമിച്ച ആളാണ് കെ മൗലവി. അങ്ങനത്തെ ആളുകളൊക്കെ കൂട്ടത്തിലൊക്കെ അവർ നൂറുൽ മുഹമ്മദിയെ ബിദ്അത്ത് കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിച്ചവരാണ്. അവരെ കൂടെ നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ അഹ്ലുൽ ബൈത്തിന്റെ കയ്യിലുള്ളത് നൂറുൽ മുഹമ്മദിയാണ്. അവർ ലോകാവസാനം വരെ ബഹുമാനിക്കപ്പെടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നെ ഇവിടെ കണ്ടില്ല റസൂലുള്ളാഹിനെ. അതൊരിക്കലും അവസാനിക്കില്ല. ആ പ്രകാശം ഒരിക്കലും അവസാനിക്കില്ല. അത് ഇനിയും പുറത്തു വരാനായിട്ടുണ്ട്. വല്ലാതെ നേരം വൈകൂല. ആയിട്ടുണ്ട്. നൂറുൽ മുഹമ്മദി വെളിവായി വരും. ആ നൂറുൽ മുഹമ്മദിയുടെ ആൾ രൂപമാണ് ആര്? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. പുറത്തു വരും. അല്ലാഹു തആല അക്കാലത്ത് നമ്മളുണ്ടെങ്കിൽ അവരെ ആളാകാനും, അതല്ല നമ്മുടെ മക്കളാണെങ്കിൽ ആളാകാനും, പേരമക്കളാണെങ്കിൽ പേരമക്കൾ അവരുടെ ആളാകാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാൽ എന്തും വെച്ചാൽ ഒന്നുമില്ല. എന്ത് നമുക്ക് പറ്റിയ വിഷയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ ബഹുമാനിച്ചിട്ട് എന്ത് സംഭവിച്ചാലും എന്ത്. അപ്പൊ ആയത്ത് പഠിക്കേ, ഭയങ്കര ആയത്താണ്. ആറാഫ് 156, 157 ആയത്താണ് ഞാൻ ഇപ്പോൾ യോജിയത്. മനസ്സിലായില്ലേ? ഒക്കെ എടുത്ത് നോക്കുക. അതിൻ്റെ മേലൊന്നുമില്ല. അന്നത്തെ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? ഈ റമളാനിൽ അല്ലാഹു ഇറക്കി കൊടുത്ത ഖുർആനാണിത്. ആ ഖുർആൻ ഏറ്റവും ആദരിച്ചത് ആരെയാണ്? റസൂലുള്ളാഹിനെയാണ്. അപ്പൊ ആരെയും ആദരിക്കേണ്ടത് എന്താ? എൻ്റെ നോമ്പിനെക്കാളും തറാവീനേക്കാളും എനിക്ക് വരാം റസൂലുള്ളാഹിനെയാണ്. ക്ഷീണം കൊണ്ട് കടന്നുപോയി. നേരം വെളുക്കാൻ തറാവീ നിസ്കരിക്കണം വിചാരിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. ഇനി കുറഞ്ഞ നേരെയുള്ളൂ. അപ്പം എനിക്കൊരു പതിവുണ്ട്. എന്ത്? എല്ലാ രാത്രി റസൂലുള്ളാഹിക്ക് മൗലൂദ് ഓതും. ഇനി കുറഞ്ഞ നേരമുള്ളൂ. പറ്റി മൗലൂദ് ഓതിക്കളാം. മനസ്സിലാണ്ട് പറഞ്ഞത്? അതിനാണ് അവിടെ വില. 1 വരിയെങ്കിലും 2 വരിയെങ്കിലും. കാരണം റസൂലുള്ളാഹിയാണ് വലിയ ആള്. റസൂലുള്ളാഹിനെ ബഹുമാനിച്ചു പോയാൽ എനിക്ക് കമ്മിയുണ്ട്, എൻ്റെ കമ്മി അവിടെ നിർത്തും. കാരണം ഇതിനൊക്കെ അധികാരന്മാർക്കുണ്ട്, റസൂലുള്ളാഹിക്കുണ്ട്.
എൻ്റെ അർത്ഥം തറാവി നിസ്കരിക്കേണ്ടതല്ല, ഒക്കെ റസൂലിൽ നിന്ന് തന്നെയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒക്കെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ പോയി മദീനയിൽ പോകാതെ പോരണ്ട, പോന്നാൻ്റെ കഥ കഴിയും. മദീനയിൽ പോരാണ്ട് പോകാതെ പോരണ്ട. എന്തിനേക്കാളും മസിലാണ് എന്ത് മദീന. അള്ളാഹു മാനിച്ചത് മദീനയാണ്. കാരണം അവിടെ കിടക്കുന്നത് മുസ്തഫ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ പാർപ്പിട സിയാറത്തിന് പോകാറുണ്ട്. എന്തുകൊണ്ട്? അത് നൂറുൽ മുഹമ്മദി റാസിലാണ്. മനസ്സിലായോ? അവിടെ കിടക്കുന്ന തമീമുദ്ദാരി എന്നാണ് വിശ്വാസം. മദി ഈ തമീമുദ്ദാരി വേറെ അവിടെ കിടന്നാലും എനിക്ക് വിഷയമല്ല. ഞാൻ സിയാറത്ത് ചെയ്യുന്നത് തമീമുദ്ദാരിയാണ് റളിയല്ലാഹു അൻഹു. മഹാനായ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഷഅബാനിലും വരെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഈ മാസം തീരാനാകാണ് സിയാറത്ത് ചെയ്യും. ഈ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ ഞാനും ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ സഹായത്താൽ പറപടി പോകും. എന്തുകൊണ്ട്? അവിടെ നൂറുൽ മുഹമ്മദി കിടക്കുന്നുണ്ട്. അപ്പോഴേ നമ്മൾ റമദാനിൽ പൂർത്തിയാവുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയാണ് കിടക്കുന്നത്. മനസ്സിലാണ്ട് പറഞ്ഞത് അത്ര തന്നെ. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു അത് അവിടെ അതല്ല ആയിക്കോട്ടെ, എവിടെയോ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യാത്തത് അവരെയാണ്. നമ്മൾ അബാജിത അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്ക് നോക്കാൻ നമുക്ക് കഴിയൂല. ഞാൻ സാധാരണ 1-2 വട്ടം കൊല്ലത്തിൽ പിന്നെ ഉക്കാഷ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്യാൻ പോകാറുണ്ട്. ഈ നോമ്പ് ഞാൻ പോകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരാരാ? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഉക്കാഷ് പറഞ്ഞു, അന മിൻഹും യാ റസൂൽ, ഞാൻ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ സഹാബി പറഞ്ഞു, അന യാ റസൂലല്ലാഹ് ലാ സബഖക ബിക ഉക്കാഷ്. അത് ഞാൻ പറയില്ല, അത് ഒരാൾക്കേ ഉള്ളൂ. ഉക്കാഷ് പറഞ്ഞു കഴിഞ്ഞു. അതാ ഉക്കാഷ് റളിയല്ലാഹു അൻഹു. ഒരു താരീഖ് അനുസരിച്ച് ഉക്കാഷ് കിടക്കുന്നത് തമിഴ്നാട്ടിലാണ്. പാകിസ്ഥാനിലാണ് അഭിപ്രായമുണ്ട്, എന്നത്തെ ബക്കീലാണ് അഭിപ്രായമുണ്ട്. പക്ഷെ നമുക്ക് കിട്ടാവുന്നതിൽ പരമാവധി ബാക്കി ഇനി താരിയൊക്കെ മാന്തി നേരാക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾക്ക് കിട്ടാവുന്ന താരിയൊക്കെ അനുസരിച്ച് പറയാം. ഏറ്റവും അടുത്ത് കിടക്കണ എവിടെയാ? തമിഴ്നാടാണ്. അങ്ങോട്ട് പോകും. ഇടക്കിടക്ക് പോകാറുണ്ട്, ഇടക്കിടക്ക് പോകും. അത് പറങ്കിപ്പേട്ട, ചിദംബരം അടുത്ത് പറങ്കിപ്പേട്ട. അവിടെ വയസ്സനായൊരു മക്ബറാൻ സൂക്ഷിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു വയസ്സനായ ഒരു ആളുണ്ടായിരുന്നു. ആ ആൾ മരിച്ചുപോയി. ഞാൻ വെള്ളിയാഴ്ച രാവിനൊക്കെ അവിടെ സ്വലാത്തുണ്ടാവും. ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയും, ദ്വാ ചെയ്യണേ. ദ്വാ ചെയ്യായിരുന്നു. ഞാൻ സ്ഥിരമായി അവിടെ പോയിരുന്നു. സ്ഥിരമായി 2 മാസം 1 മാസമൊക്കെ അങ്ങനെ ഇടക്കിടക്ക് പോയിരുന്നു. ഇപ്പോഴാണ് പിന്നെയും കുറച്ച് കുറഞ്ഞത്. ചിദംബരം അടുത്താണ്, പറങ്കിപ്പേട്ട എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഉക്കാഷ് റളിയല്ലാഹു അൻഹു മക്ബറയാണതെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ഞാനവിടെ പോകും. എന്തുകൊണ്ട്? ഞാൻ പോണ ആരടുത്തേക്കാണ്? ഉക്കാഷ്. വേറെ എവിടെയാണ് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വിഷയമില്ല, എനിക്ക് വേറെ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ, കഴിയൂലല്ലോ. ഞാൻ എൻ്റെ അടുത്തേക്ക് കിട്ടുന്നതിന് പോകും. എൻ്റെ ലക്ഷ്യം എൻ്റെ ഫാത്തി എൻ്റെ യാസീനവർക്കാണ്, ഉക്കാഷക്കാണ്. ഉക്കാശാര ആ 70,000. അപ്പം നമ്മൾ ആ കൈ കൊണ്ടത് പിടിച്ചു. അവിടെ നമ്മൾ നൂറുൽ മുഹമ്മദി മനസ്സിലായില്ല. ആ ദിവസം എൻ്റെ ഖബറാന്ന് വിചാരിച്ച് സിയാർത്ത്, എൻ്റെ ഖബർ അവിടെ നിന്ന് ആയിരുന്നില്ല. ആ കുട്ടീനെ അങ്ങനെ സിയാർത്ത് ചെയ്യാൻ വന്നതാന്ന് വിചാരിച്ചാൽ മതിയല്ലോ. നമ്മൾ കുറ്റക്കാരല്ലല്ലോ. ലോകത്തുള്ള എല്ലാവരെയും ഖബർ തീരുമാനിക്കാൻ നമുക്കോട്ട് കഴിയൂലല്ലോ. നമ്മൾ അവരെ വിചാരിച്ചു പോയതല്ലേ. നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ചില ആളുകൾ പറയാം അതാന്ന് ഉറപ്പുണ്ടോ? ഉറപ്പിൻ്റെ ആവശ്യം എനിക്കില്ല, പറഞ്ഞു കേട്ടുന്നതിൽ പരമാവധി. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഉക്കാശയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് തമീമുൽ അൻസാരിയാണ്. അത്ര മതി എനിക്ക്. അല്ലാതെ ചരിത്രം മാന്തിയെടുത്ത് നെല്ലുമ്പതി തീർക്കാൻ എനിക്കെങ്ങനെ കഴിയും? നമ്മൾ ഉദ്ദേശിക്കുന്ന അവരെയാണ്. ഞാൻ അവിടെയും വിദ്യാർത്ഥികൾ പറയണം, ഞാൻ പഠിച്ചവനെ റബ്ബേ, ഞാൻ ഈ കഴിഞ്ഞ ഷഅബാനിൽ ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരി തങ്ങളവിടെ സിയാറത്ത് ചെയ്തപ്പോൾ എൻ്റെ ഒപ്പമുള്ള ആളുകൾക്കറിയാം ഞങ്ങൾ ഇവിടെ വന്നത്, ഇവിടെ കിടക്കുന്നത് ഇതാ മുസകുട്ടി ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ ചെയ്യാൻ ദ്വാരക്കൽ അങ്ങനെയാണ്. ഞങ്ങൾ ഇവിടെ വന്നത്, ഇവിടെ കിടക്കുന്നത് തമീമുൽ അൻസാരിയാണ് എന്ന പ്രഗൽഭ ബദരീങ്ങളിൽപ്പെട്ട സഹാബി എന്ന നിലക്കാണ് റബ്ബേ. അതുകൊണ്ട് ആ ഷറഫ് ഇനി ഈ മഹാൻ എവിടെയാണെങ്കിലും ഞങ്ങൾ ഫാത്തി യാസിൻ അവിടെ എത്തിച്ചു കൊടുക്കണം. ഉറപ്പിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? പറഞ്ഞ മനസ്സിലായില്ലേ? പറഞ്ഞ മതിയല്ലോ. ഞങ്ങൾ ബാപ്പായും വല്യാപ്പാരും അങ്ങനെ പറഞ്ഞിരുന്നു. ഞങ്ങൾ അങ്ങനെ കേട്ടു, ഞങ്ങൾ വിചാരിച്ചു വന്നു. ഇനി ഇവിടെ എല്ലാവരും ഇറക്കണം, എവിടെയാണെങ്കിലും അവിടെ എത്തിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയുമല്ലോ. അതല്ലാതെ പരികുതണ്ടല്ലോ. അതൊക്കെ ആലോചിച്ച് പോയിക്കളെ. നമുക്ക് കിട്ടാവുന്നതിന് പരമാവധി ഞാൻ എല്ലാ മാസവും ഇൻഷാ റബ്ബിന്റെ സഹായത്താൽ റമദാനിൽ പോകും. അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് തൗഫീഖ് തരട്ടെ. എല്ലാ മാസവും ഉണ്ട്, ഏകദേശം ഒക്കെ പോകും. എന്തുകൊണ്ട്? അവിടെ നിന്നാണ് ഞാൻ കണ്ടത് നൂറുൽ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറുൽ മുഹമ്മദിയ. നമ്മുടെ ഈ കൊല്ലം ഈ ഷഅബാൻ നമ്മൾ എന്നാ സിയാറത്ത്? ശനിയാഴ്ച അല്ലേ? ശനിയാഴ്ചക്ക് മാറ്റി. ആ രാത്രി എന്തായി? നോമ്പായി.
നോമ്പിൻ്റെ തലേ അസർ മഗ്‌രിബിന് നോമ്പ് തുടങ്ങി. ഞങ്ങൾ അസറിന് അവിടെ സിയാറത്ത് ഷാബാനിൽ നേരം വൈകുന്നേരം അള്ളാഹു നമ്മളൊക്കെ സ്വീകരിക്കട്ടെ. വളരെ എല്ലാവരും ചിന്തിക്കണം. അന്നൂറുൽ മുഹമ്മദി അതിനെ പിൻപറ്റണം. അതെന്നെ വലിയ കാര്യം. അത് ഖുർആനെ അർത്ഥം വെക്കുക. നീ നൂറുൽ മുഹമ്മദി ലോകാവസാനം വരെ നിൽക്കുന്ന നൂറുൽ മുഹമ്മദി അങ്ങനെ അർത്ഥം വെക്കുക. അതേതായാലും നിലനിൽക്കും. ആ നൂറുൽ മുഹമ്മദി എന്നാണ് ആരുണ്ടാവുക? ഇമാം മഹ്ദി ഉണ്ടാവുക. അവർ നൂറുൽ മുഹമ്മദിയാണ്. അള്ളാഹു തആല കാര്യങ്ങളായി. അതുകൊണ്ട് അതാണ് റമദാന്റെ മഹത്വം. നിസ്കാരം അങ്ങനെയാണ്. അപ്പൊ നിസ്കാരത്തിനേക്കാൾ വലുത് നൂറുൽ മുഹമ്മദിയാണ്. അത് ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാ നിസ്കരിക്കുന്നത്? സ്വഹാബി. അള്ളാഹു പേര് പറഞ്ഞ സ്വഹാബിയാണ് ആര്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. പറഞ്ഞല്ലോ, അള്ളാഹു തആല പേര് പറഞ്ഞ സ്വഹാബിയാണ് ആര്? എന്നിട്ട് റസൂൽ എന്ത് പറഞ്ഞു? അമാ സമഅത ഖൗല റബ്ബിക്, എന്റെ റബ്ബിന്റെ വർത്തമാനം കേട്ടിട്ടില്ലേ? ഇസ്തജീബു ലില്ലാഹി വൽ റസൂൽ, അല്ലാഹു റസൂലും വിളിച്ചാൽ ഉത്തരം കൊടുക്കണം. എന്ത് നിസ്കാരം എന്നർത്ഥം. അപ്പൊ ആ നിസ്കാരത്തെക്കാളും വലുതാണ് ആര്? നബിയുടെ വിളി. നബി വിളിച്ചാൽ പിന്നെ നിസ്കാരം ഇല്ല. ഞാൻ നിസ്കാരത്തിൽ തന്നെ ലബ്ബൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ നിസ്കാരം മുറിയില്ല. മനസ്സിലായില്ലേ? അല്ലാഹു തആല കാര്യങ്ങളൊക്കെ അതിന്റെ മേലെ ഒന്നുമില്ല. അന്നൂറുൽ മുഹമ്മദി ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.